ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ ഉമാ തോമസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ആയിരുന്നു സാലിയോട് ആരാഞ്ഞത്. പക്ഷേ അത് മന്ത്രി പി രാജീവ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകളുടെ നടപടികൾ? പി രാജീവ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഉമാ തോമസിൻ്റെ ആരോഗ്യനില, മറ്റൊന്ന് ഈ സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന പരാതികൾ. ആദ്യത്തതിൽ ഉമാ തോമസിൻ്റെ ആരോഗ്യനില ഇന്നലെ കൊണ്ടുവന്നതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപകടനില തരണം ചെയ്തിട്ടുമില്ല. അതീവ ഗുരുതരാവസ്ഥയിലാണ് കൊണ്ടുവന്നത്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അതീവ ഗുരുതരാവസ്ഥ എന്ന സാഹചര്യത്തിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ CT സ്കാനിന് കയറ്റാൻ പോവുകയാണ്. അതിനുശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേരും. മെഡിക്കൽ ബോർഡ് CT സ്കാൻ റിസൾട്ടും കൂടി വെച്ച് ഒരു പരിശോധന നടത്തും. ആ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും വൈറ്റൽസൊക്കെ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം പൂർണ്ണമായ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ശ്വാസകോശത്തിലൊക്കെ പൊട്ടലുണ്ടായിട്ടുണ്ട്, എല്ലുകൊണ്ട് കയറി ഉള്ള വീഴ്ചകൾ, അങ്ങനെ വീഴ്ചയിലുണ്ടായ ആ ക്ഷതമുണ്ട്. അതിലേക്കൊക്കെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ വൈറ്റൽസ് എല്ലാം സ്റ്റേബിൾ ആകണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയിലേക്ക് കിടക്കും. അതിനുവേണ്ടി ഇവിടെ തന്നെ ഒരു മെഡിക്കൽ ബോർഡുണ്ട്. നമ്മൾ ഇന്നലെ സർക്കാർ നിയോഗിച്ച കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്നലെ രാത്രി വിശദമായ പരിശോധന നടത്തി. ഇന്നലെ 1 മണിയോടുകൂടിയാണ് അവരിവിടെ മടങ്ങിയത്. അപ്പോൾ അവരുടെ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശോധനകളും കൂടിയാലോചനകളും ഒക്കെ നടത്തി ചികിത്സാക്രമം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതീവ ഗുരുതരാവസ്ഥ എന്ന ആ നിലയിൽ നിന്ന് ചെറിയ പുരോഗതിയുണ്ട്. ഇപ്പോഴും സംഭവം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതേതായാലും മെഡിക്കൽ ബോർഡ് കഴിയട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞ മറുപടി. അപ്പോൾ ഡോക്ടർമാരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി പി രാജീവ് അല്പം മുമ്പ് മാധ്യമങ്ങൾ കണ്ടത്. ഹൈബീഡനും ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും സാധാരണ നിലയിലേക്ക് ഒക്കെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ് മന്ത്രിയുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും നല്ല ചികിത്സ ഉമാ തോമസ് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ എടുക്കുന്ന CT സ്കാനിലായിരിക്കും ഒരുപക്ഷെ ബ്രെയിനിൻ്റെ ഈ ആന്തരികമായ രക്തസ്രാവം എത്രത്തോളം ഉണ്ട്, ഈ സർജറി വേണ്ട എന്ന തീരുമാനത്തിൽ തുടരണോ എന്നൊക്കെ ഉള്ളത് ആലോചിക്കുക അല്ലേ സാലി? അതായത് CT സ്കാൻ റിസൾട്ട് പ്രധാനപ്പെട്ടതാണ്. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആണ് തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ. ഈ ആന്തരിക രക്തസ്രാവം, തലച്ചോറിലുണ്ടായിരിക്കുന്ന രക്തസ്രാവം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ CT സ്കാനിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടണം എന്നാണ് ഡോക്ടർമാരും അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയിലേക്ക് കടക്കും. ശരീരത്തിൽ ഒടിവുകളുണ്ട്, ആ ഒടിവുകളുടെ ചികിത്സയുണ്ട്. ആന്തരിക രക്തസ്രാവമുണ്ട്, ലങ്സിനുള്ളിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ് മുഖമൊക്കെ തറയിലടിച്ച് ആ മുഖത്തെ എല്ലുകൾക്ക് പൊട്ടലുണ്ടായി, അവിടെ രക്തസ്രാവം ഉണ്ടായി. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചപ്പോൾ ആ ശ്വാസത്തിനൊപ്പം ബ്ലഡും കൂടി ലങ്സിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യണം. അങ്ങനെ തന്നെയാണ് സാഹചര്യം. പക്ഷേ അപകടനിലയിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് സാഹചര്യം എന്ന് മാത്രം പറയാൻ കഴിയും. ഇന്നലെ കൊണ്ടുവന്നതല്ല സ്ഥിതി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അജിംഷാദ്. രണ്ടാമത്തെ കാര്യം മന്ത്രി പറഞ്ഞത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യാപകമായി പരാതി ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് FIR ഇട്ടിരിക്കുന്നതിലും വീഴ്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിൽ പരിശോധന തുടരുകയാണ്. വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടി സംഘാടകർക്കെതിരെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ സംബന്ധിച്ച് പരിശോധന പോലീസ് നടത്തി വരികയാണ്. പോലീസ് അതിന്മേൽ വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നു. ആ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്ത് പരിശോധനകളും മറ്റ് ടീമുകളും ഫയർഫോഴ്സിൻ്റെ അടക്കം റിപ്പോർട്ട് പോലീസിൻ്റെ കൈവശമുണ്ട്, ജില്ലാ ഭരണകൂടത്തിൻ്റെ കൈവശമുണ്ട്. അതെല്ലാം പരിശോധിച്ച് സംഘാടകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണപ്പിരിവ് നടന്നു എന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. അതായത് ഈ വേൾഡ് റെക്കോർഡിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയതായി ഒക്കെ പരാതി ചില കോണുകളിൽ നിന്ന് ചില രക്ഷിതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. അത് അങ്ങനെ പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അവർ പോലീസിനെ സമീപിക്കണം. അതിനുശേഷം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരൂ. മാത്രമല്ല ഈ പരിപാടി നടക്കുന്നതിനെക്കുറിച്ചൊന്നും ഔദ്യോഗികമായി തനിക്കൊരു അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ക്ഷണിച്ച പരിപാടിയുമല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും സംഘാടകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംഘാടകർക്ക് വലിയ വീഴ്ച ആ കാര്യത്തിലുണ്ടായി. അത് ഒന്നാമത്തെ കാര്യം, ഈ VIP-കൾക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ആദ്യം ഈ പുൽത്തകിടിയിൽ തന്നെ സ്റ്റേഡിയത്തിൽ തന്നെ ഒരുക്കാമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയാണ് ആദ്യം ഇട്ടിരുന്നതും, അതിനാണ് അനുമതിയും വാങ്ങിയിരുന്നത്. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് പെട്ടെന്ന്
ഒരു 10-15 അടി ഉയരത്തിലൊരു തട്ടം കടിച്ചിട്ട് അതൊരു സ്റ്റേജാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അതിന് ആവശ്യത്തിന് ബാരിക്കേഡോ സുരക്ഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്പം മാത്രം വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് 2 ലെയർ ചെയറങ്ങിട്ടു. അപ്പോൾ രണ്ടാമത്തെ ഫ്രണ്ടിലെ ലെയർ ചെയർ കഴിഞ്ഞ് ആളുകൾക്ക് നടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ചെയറിൽ ഇരിക്കാൻ വരുന്നവർ ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു തന്നെ. ഇപ്പോൾ ഉമാ തോമസിനൊന്നും അവർക്ക് പെട്ടെന്ന് ഇത് ബാരിക്കേഡാണോ വള്ളിയാണോ എന്ന് മനസ്സിലാക്കാവുന്ന വള്ളിയിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചരടിൽ കയറി പിടിച്ച് അതോടുകൂടി താഴേക്ക് വീഴുകയുണ്ടായതെന്നാണ് നമുക്ക് ആ കാഴ്ച കണ്ടു നിന്നവരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒന്നാമത്തെ വീഴ്ച, പെട്ടെന്നൊരു തീരുമാനമെടുത്ത് പുൽത്തകടിയിൽ നിന്ന് സ്റ്റേജിലേക്ക് മാറ്റി. ആ സ്റ്റേജിലേക്ക് മാറ്റിയതിന് ശേഷം ആ സ്റ്റേജിന് വേണ്ടത്ര സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരു ലെയർ ചെയറിടാൻ പറ്റുന്ന സ്ഥലത്ത് 2 ലെയർ ചെയറിട്ടു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാരിക്കേഡ് കെട്ടുന്നതിന് പകരം ഒരു റിബൺ വലിച്ചു കിട്ടി. അപ്പം ഗുരുതരമായ വീഴ്ച, ഒരു തരത്തിലും പൊറുക്കാനാവാത്ത വീഴ്ച സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ഈ സംഭവവികാസങ്ങൾ വളർന്നു. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. പോലീസ് ആ ഭാഗം പരിശോധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തീർച്ചയായും ഇനിയിപ്പോൾ ഈ സർക്കാരും ആരോഗ്യവകുപ്പും ഏർപ്പെടുത്തിയ മെഡിക്കൽ സംഘത്തിൻ്റെ ഒക്കെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ ഇപ്പോഴും നീങ്ങുന്നത്. അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഈ മെച്ചപ്പെടൽ നല്ലൊരു ലക്ഷണമായി തന്നെ കാണാം, അല്ലേ സാലി? തീർച്ചയായിട്ടും ഇന്നലെ കൊണ്ടുവരുമ്പോൾ ഈ അപകട സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ, നമ്മുടെ റിപ്പോർട്ടർ അർച്ചന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർച്ചന പറഞ്ഞത്. അർച്ചനയുടെ മുമ്പിലാണ് വന്ന് വീഴുന്നത്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ആകെ ഭയന്നുപോയി എന്നാണ് പറഞ്ഞത്. അപ്പം അത്ര ഭീകരമായിരുന്നു അപ്പോഴത്തെ സാഹചര്യം. അതിൽ നിന്ന് കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. അവരുടെ ആരോഗ്യനില സാധാരണ നിലയിലേക്കും മടങ്ങി വരാൻ ചിലപ്പോൾ കാലങ്ങളെടുത്തേക്കും. പക്ഷേ അപകടനില തരണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം വൈറ്റൽസൊക്കെ നോർമലായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CT സ്കാനിൻ്റെ റിസൾട്ടും റിപ്പോർട്ടും കൂടെ വന്നതിന് ശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് സർക്കാർ നിയോഗിച്ച ആ മെഡിക്കൽ സമിതിയുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ആ സമിതി അവർ തിരിച്ചുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം, അവിടുത്തെ ഒരു തിരക്കിൻ്റെ കാലം അറിയാം. അത്രയും ഡോക്ടർമാർ ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചികിത്സയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നലെ 1:30 അവർ തിരിച്ചുപോയി. അപ്പോൾ അവരുമായിട്ട് ഈ മെഡിക്കൽ ബോർഡ് അധികൃതർ ഒരു ഡിസ്കഷൻ നടത്തി സ്വകാര്യ ആശുപത്രിയിലെ. അതിനുശേഷമായിരിക്കും വിദഗ്ധ ചികിത്സ എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ വേണം എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക. അപ്പം നമുക്ക് പൊതുവിൽ ആശ്വാസകരമാണ് സാഹചര്യം എന്നിപ്പോൾ പറയാം എന്നുള്ളതാണ് രാജീവിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഉമാ തോമസിൻ്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്. അല്പസമയത്തിനകം CT സ്കാൻ എടുക്കും. അതിനുശേഷം മാത്രമേ ആന്തരികമായ അവയവങ്ങളുടെ ഇപ്പോഴത്തെ ക്ഷതം സംബന്ധിച്ച് കൃത്യമായും ശാസ്ത്രീയമായ ഒരു നിലപാട് സ്വീകരിക്കാനാകൂ. അതിനുശേഷമായിരിക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേരുക. അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിനുണ്ടാകും. എന്തായാലും നേരിയ ആശ്വാസം എന്ന് തന്നെ പറയാം. പക്ഷേ ഗുരുതരാവസ്ഥ മറികടന്നിട്ടില്ല എന്നതാണ് നിലവിലത്തെ സ്ഥിതി. സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.